ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ പാർട്സ് വെച്ചിട്ടൊരു റോസ്റ്റാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു ചിക്കൻ പാർട്സ് റോസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ചിക്കൻ പാർട്സ് വളരെ രുചികരമാണ്. നിങ്ങൾ തയ്യാറാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കൂ. ചിക്കൻ പാർട്സ് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു വട്ടച്ചെമ്പിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായി തിള വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മണമെല്ലാം മാറാനാണ്. ഇത് കഴുകിയാൽ തന്നെ മണമെല്ലാം പോകും, എന്നാലും നല്ല വൃത്തിയായി കിട്ടാനാണ്. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ അടുപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ തിളച്ച് വരുന്നത് കണ്ടില്ലേ. ഇതുപോലെ തിളച്ച് വന്നാൽ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് പിടിച്ച് നന്നായിട്ട് കഴുകിയിടുക. എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ഒഴിച്ച് നമുക്ക് കുക്കറിലിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. കുരുമുളക് പൊടി കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്കിട്ട് വേവിക്കാൻ. ഇങ്ങനെ വേവിച്ചെടുത്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള, ഒരു 2 സവാള നമുക്ക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ പാർട്സ് 1 കിലോയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 3 സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ പാർട്സാണ് എടുത്തത്, അതുകൊണ്ടാണ് 2 സവാള ചേർത്തത്. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. 2 സെക്കൻഡ് നേരം നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേവിക്കുമ്പോൾ എരിവൊക്കെ ഇട്ടതിനാലാണ് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ. കണ്ടില്ലേ, ചിക്കൻ മസാല 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചിക്കൻ പാർട്സ് വേവിച്ചതിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ പാർട്സ് വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ തക്കാളിയും എല്ലാതും പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു 2 വിസിൽ അടുപ്പിക്കാം കേട്ടോ. വിസിലടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നമ്മുടെ ചിക്കൻ പാർട്സ് റോസ്റ്റ്. കണ്ടില്ലേ, വെള്ളമെല്ലാം വറ്റി വളരെ രുചികരമായ ഒരു ചിക്കൻ പാർട്സ് റോസ്റ്റാണ്. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കുക. വളരെ രുചികരമായ ഒരു ചിക്കൻ പാർട്സാണ്. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഞാനിവിടെ കഴിക്കാനായിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.